ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 19 പേരില്ലേ? ഞങ്ങൾക്ക് 19 വനിതാ കൗൺസിലേഴ്സ് ഉണ്ട്. അതിൽ ഒരുപാട് പേര് എല്ലാവരും അർഹരാണ്, യോഗ്യരാണ്. പക്ഷെ പാർട്ടി ഒരാളെ ഒരു സമയത്താക്കാൻ പറ്റും. അത് കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. ഡോക്ടർ നിജി ജസ്റ്റിൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അത് 2005 മുതൽ. അതിനുശേഷം 2007 മുതൽ അവർ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതിനുശേഷം അവർ മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഈ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റാണ്. അല്ല, ഇതിൽ ആരും പരിഭവപ്പെടേണ്ട കാര്യമില്ലല്ലോ. സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടി തീരുമാനമല്ലേ, അത് അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും പരിഭവപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ മാനദണ്ഡം നിങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ടാണ്. KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി തീരുമാനമാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. ആ പാർലമെൻ്ററി പാർട്ടിയിലെ കൗൺസിലേഴ്സിൻ്റെ അഭിപ്രായം ആരാഞ്ഞ് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം, അപ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചല്ലോ. അല്ലാതെ കണ്ട് ഓരോന്നും സെപ്പറേറ്റ് അല്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പരിഗണിച്ചിട്ടാണ് ഒരാളെ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും അത് എല്ലാവരുടെയും നിങ്ങളുടെയൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ ഞങ്ങളുടെ ഓരോ കാലത്തുമുള്ള ഞങ്ങളുടെ പ്രയാണത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുന്നു. നാളുകളിൽ കോർപ്പറേഷൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു കറക്റ്റീവ് മെഷറായി നിൽക്കാൻ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാകണം എന്നുകൂടെ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നത്തിങ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇതിലെ ഒരു പാർലമെൻ്ററി പാർട്ടി തീരുമാനം വന്നു കഴിഞ്ഞാൽ അത്തരത്തിലൊന്നും ആരും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഡെപ്യൂട്ടി മേയറായിരിക്കുന്നത് ശ്രീ A. പ്രസാദ്. അദ്ദേഹം KSU ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ തന്നെ സംസ്ഥാന KSU കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. അതിനുശേഷം ഇപ്പോൾ KPCC സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പദവി. ഇപ്പോൾ അതുമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു.